ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്തുമേശ ശുശ്രൂഷയുടെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് യോഗ്യതയോടെ ഇതിൽ നിന്ന് പങ്കെടുക്കണം. നമ്മളെ തന്നെ പരിശോധിച്ച് യോഗ്യതയോടെ ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മുമ്പാകെ നമുക്ക് ആയിരിക്കാം. വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും നമ്മളെ തന്നെ പരിശോധിക്കണമെന്നുള്ള തികഞ്ഞ ബോധത്തോടെയും ആയിരിക്കാം. വെറുതെ ഒരു കേൾവിയായിട്ടല്ല, ദൈവത്തിന്റെ കേൾവിയിലൂടെ ഒരു ആത്മപരിശോധന നടത്തി വീണ്ടും ദൈവസേനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു അവസരമാക്കി ഇതിനെ കണ്ടുകൊണ്ട് അങ്ങനെ അർത്ഥവത്തായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നുള്ള ബോധത്തോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ സഭയിൽ സാധാരണയായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഒരു മുഖ്യ ഊന്നൽ എന്ന് തന്നെ പറയാവുന്ന രണ്ട് വാക്യങ്ങൾ പകരമായി വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മുഖ്യ ഊന്നൽ, നമ്മുടെ സഭയുടെ ഒരു മുഖ്യ ഊന്നൽ തന്നെ ഈ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. വായിക്കാം. ഇരുപത്തിനാലാം വാക്യം കൂടെ വായിക്കാം. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഇച്ഛിക്കുന്ന ഏവനും അതിനെ നഷ്ടമാക്കും. എനിക്ക് വേണ്ടി തന്റെ ജീവൻ നഷ്ടമാക്കുന്നവനോ അതിനെ രക്ഷിക്കും. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 14-ാം അധ്യായം 27-ാം വാക്യം ശിഷ്യത്വത്തിന്റെ നിബന്ധനകൾ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പറയുന്ന വാക്യമാണ്, അധ്യായമാണ്. 14-ാം അധ്യായം അതിന്റെ തന്നെ 25 മുതലുള്ള വാക്യം നമ്മൾ വളരെ തവണ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള വാക്യമാണ്. അതിലെ 27-ാം വാക്യത്തിൽ വീണ്ടും അവിടെ പറയുന്നു, 27-ാം വാക്യം, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. മറ്റൊരു പരിചിതമായ വാക്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ആ വാക്യങ്ങൾ. പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 16-ാം അധ്യായം 16-ാം അധ്യായം എടുത്തത് മാറിപ്പോയത്. 16-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, അല്ല 24 മുതലുള്ള വാക്യങ്ങൾ. മതി. ഈ 3 വാക്യങ്ങൾ നമ്മൾ സാധാരണ വളരെ തവണ എപ്പോഴും കേൾക്കുന്ന വാക്യമാണ്. ശിഷ്യത്വത്തിന്റെ നിബന്ധനകൾ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മുഖ്യമായ ഊന്നൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു അടയാളം എന്ന് പറയുന്നത് തന്നെ ശിഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന സഭ എന്നാണ്. മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് ശിഷ്യന്മാരാക്കുവാൻ ഉള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും. മറ്റു പലരും പലതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, ഇല്ല, ഞങ്ങളുടെ ഊന്നൽ ഇതാണ്, ശിഷ്യത്വത്തിലേക്ക് നടത്തുക, അതാണ് ഞങ്ങളുടെ ഊന്നൽ എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പരിചയമില്ലാത്ത വാക്കുകളൊന്നുമല്ല. എന്നാൽ ഇന്നലെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ആലപ്പുഴ സഭ കൂടിയപ്പോൾ
ഞങ്ങൾ ബ്രസാക്കിന്റെ ഒരു സന്ദേശം കേട്ടപ്പോൾ അതിനകത്തുനിന്ന് ഒരു കാര്യം കേട്ടു. അതിനകത്തുനിന്ന് കേട്ട കാര്യം വളരെ ഭയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വലിയൊരു ഗൗരവമുള്ളൊരു മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ കേട്ടൊരു കാര്യം അത് ഇങ്ങനെയായിരുന്നു: ക്രൂശിനെ ഒഴിവാക്കുന്നത് സാത്താനെ സേവിക്കുന്നത് പോലെയാണ്. ക്രൂശിനെ ഒഴിവാക്കുന്നത് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു പഴയ മെസ്സേജാണ്. പക്ഷെ ഇന്നലെ വീണ്ടും ഞങ്ങളത് കേട്ടപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പായിട്ട് കേൾക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇന്ന് ഈ വാക്യങ്ങൾ തന്നെ വീണ്ടും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ആവർത്തനം ഒരിക്കലും ദൈവസഭയിൽ വിരസതയില്ല. ദൈവസഭയിൽ വിരസത എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് പ്രത്യേകിച്ച് അതും ബ്രദാക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് എനിക്ക് നല്ല ഉത്സാഹമായി. ഇപ്പം എത്ര തവണ ആവർത്തിച്ചാലും ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. ഇന്നലെ കേട്ടെങ്കിൽ ഇന്ന് വീണ്ടും കേൾക്കണം. ഇന്ന് വീണ്ടും കേൾക്കാനായിട്ട് എന്നോട് ദൈവാത്മാവ് പറയുന്നത്, നീ ഇത് ഇന്നും കേൾക്കണം എന്ന് എന്നോട് പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഇത് വളരെ ആവശ്യമുള്ള ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. ക്രൂശിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പിശാചിന്റെ ആരാധകരായിട്ട് മാറുകയാണെന്നാണ്. ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വാസ്തവത്തിൽ ക്രൂശ്? എന്താണ് നമ്മൾ ക്രൂശിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ദൈവസഭയിലായിരിക്കുന്നു, ദൈവസഭയിൽ ഇരുന്ന് ആരാധിക്കുന്നു, പാട്ടുകൾ പാടുന്നു, വചനം വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ദൈവത്തിന്റെ സഭയിലാണ്, ദൈവത്തിന്റെ കൂടെയാണ്, ദൈവത്തിന്റെ ദൈവീയ അനുഭവത്തിലാണ്, ആത്മീയനാണ് എന്നുള്ള വിചാരത്തിൽ തന്നെ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല. പട്ടികയിൽപ്പെട്ട പാപമൊന്നും ചെയ്യാതെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയുന്നില്ല നമ്മൾ സാത്താൻ സേവകരായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു അപകടകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഗൗരവത്തോടെ കാണണം, ഇതിനെ വളരെ ഗൗരവത്തോടെ കാണണം. അപ്പോൾ എന്താണ് ക്രൂശ്? എന്താണ് ക്രൂശിന്റെ അനുഭവം? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സാധാരണയായി നമ്മൾ പറയുന്നത് എന്താ? നമുക്കുണ്ടാകുന്ന ചില കഷ്ടതകള്, പ്രയാസങ്ങള്, രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയും ക്രൂശിന്റെ അനുഭവത്തിലൂടെ എന്നെ കടത്തി വിട്ടു എന്നുള്ളത്. അതാണോ ക്രൂശ് ശരിക്കും? അതാണോ ക്രൂശ്? ഒരുപക്ഷെ ക്രൂശിന്റെ ഒരു അനുഭവം ആകാം. അത് പലപ്പോഴും കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? എങ്ങനെയെങ്കിലും വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കടന്നു പോകുമ്പോൾ അവിടെ ക്രൂശിനെ വഹിക്കുകയല്ല, ക്രൂശിനെ സഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്രൂശിന്റെ ഒരു അനുഭവത്തിന്റെ അനുഗ്രഹം അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയെങ്കിലും ഇതൊന്നും പരാതിയും പിറുപിറുപ്പോടുകൂടി നമ്മളങ്ങ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങ് അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊരു ക്രൂശിന്റെ അനുഭവം ആവുന്നില്ല. എന്നാൽ ഏതാണ് ക്രൂശിന്റെ അനുഭവം? കർത്താവ് തന്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചത്, കർത്താവ് തന്റെ സ്വഭാവത്തിൽ നിന്ന് കാണിച്ചത്, കർത്താവ് തന്നെ വെളിപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു എന്താണ് ക്രൂശ് എന്ന് പറഞ്ഞാൽ, ക്രൂശിന്റെ അനുഭവം എന്താണെന്നുള്ളത് നമ്മൾ കർത്താവിൽ നിന്ന് മനസ്സിലാക്കണം. കർത്താവ് എങ്ങനെയാണ് കർത്താവ് ജീവിച്ചത് ഈ ഭൂമിയിൽ? കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെയാണ്? കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? സ്വഭാവം എന്തായിരുന്നു? എന്തായിരുന്നു? പിതാവിന്റെ ഇഷ്ടം ചെയ്തു. സ്വന്തം ഇഷ്ടം ചെയ്തില്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്തു. അത് നമുക്കറിയാം. ആ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യം നമുക്കറിയാം. അതാണ് യഥാർത്ഥ ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് കാണിച്ചെന്ന മാർഗമാണ് ക്രൂശിന്റെ വഴി. ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത് അതാണ്. സ്വന്തം ജീവനെ വെടിയുക എന്ന് പറയുന്നത് അതാണ്. കർത്താവ് കാണിച്ചെന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യം, പരിചിതമായ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, 5-ാം അധ്യായത്തിലുമുണ്ട്, 6-ാം അധ്യായത്തിലുമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, അഞ്ചാം അധ്യായത്തിന്റെ 19-ാം വാക്യം, സത്യമായ അവരോട് പറയും, സത്യമായ അത് തന്നെ. സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പിതാവ് ചെയ്യുന്നെല്ലാം പുത്രനും ചെയ്യുന്നു. പിതാവ് ചെയ്യുന്നല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് കർത്താവ് കാണിച്ചത് മാർഗം. ഇതാണ് രണ്ടാമത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു വാക്യം, 6-ാം അധ്യായത്തിലെ ഒരു വാക്യം, 6-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം, 38-ാം വാക്യം, 6:38. ഈ
രണ്ട് വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ക്രൂശിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്. ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത് ക്രൂശ് ഈ ഇപ്പോൾ ഈ ആഴ്ചകളിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഈ ഹോളി വീക്ക് അല്ലെങ്കിൽ ഫാഷൻ വീക്ക് എന്നൊക്കെ പറയുന്ന ആ ആഴ്ചയിൽ പലരും ക്രൂശിച്ച് ഒന്നുകൊണ്ട് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതല്ല ക്രൂശെടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ചില കഷ്ടതകളും അല്ല ക്രൂശെടുക്കുന്നത്. കർത്താവ് കാണിച്ച ഈ ഒരു മാർഗം ഉണ്ട്. അതെന്താണ്? സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം ജീവൻ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെ അത് ബോധപൂർവം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട്, പിതാവിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട്, ദൈവവചന പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ബോധപൂർവം തന്നെ മാറ്റിവെച്ചുകൊണ്ട് നാം സ്വയമായിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ക്രൂശിന്റെ മാർഗം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഒഴിവാക്കിയാൽ നമ്മുടെ മുമ്പിൽ അതിനെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ അതിനെ ഒഴിവാക്കിയാൽ അപ്പോഴാണ് നമ്മൾ എന്താകുന്നത്? സാത്താന്റെ ആരാധകരായി, പിശാചിന്റെ ആരാധകരായി മാറുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ അനുഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കേവലം വാക്കുകൾക്കപ്പുറമായിട്ട് നമ്മളിങ്ങനെ പറച്ചിൽ നിന്ന് നമുക്കറിയാം ക്രൂശ് എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ചർച്ചയിൽ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ക്രൂശ് എടുക്കുന്നു. ഈ ക്രൂശ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ആ കഷ്ടതയും പ്രയാസത്തെയും ആണ് ക്രൂശ് എടുക്കുന്നതായിട്ട് മനസ്സിലാക്കിയാൽ അല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എന്തുമാത്രം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്, സ്വന്തം ഇഷ്ടത്തെ നമ്മൾ എന്തുമാത്രം ത്യജിച്ചിട്ടുണ്ട്, സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ സ്വന്തം ഇഷ്ടം എത്രമാത്രം വലുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഈ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളതിനെ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴേ നമ്മൾ വാസ്തവത്തിൽ അറിയത്തുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ എത്രമാത്രം സ്വയത്തിന്റെ സ്വയത്തിന്റെ പിടിയിലാണ് അല്ലെങ്കിൽ സ്വയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ, ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിനെ കുറിച്ച് പരിശോധിക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെ അതിലേക്ക് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രായോഗിക പരിശോധനയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസിന്റെ ചില വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് താൻ എങ്ങനെയാണ് ഇത് തന്റെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ എനിക്ക് എന്റെ വിളി അല്ലെങ്കിൽ എനിക്ക് എന്താണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് എങ്ങനെയാണ് അതിനെ കണ്ടതെന്നുള്ളത് നമുക്ക് കാണാം. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് യഥാർത്ഥ ക്രൂശിന്റെ അനുഭവം എന്താണ്, അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വയജീവനെ വെടിയുക അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെ മരിപ്പിക്കുക എന്ന് പറയുന്ന നമ്മളിങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളതൊന്നുകൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തോടെ നമുക്ക് ഈ വാക്യങ്ങളെല്ലാം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 20-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 22, 23, 24 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇതാണ് ഏറ്റുപറച്ചിൽ. ഇതാണ് യഥാർത്ഥ ക്രൂശിന്റെ അനുഭവമുള്ള ഏറ്റുപറച്ചിൽ. ഇത് ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. അവിടെ ഇത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. അവിടെ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ആത്മാവിൽ നിർബന്ധനായി യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് 21-ാം വാക്യത്തിൽ പറഞ്ഞു, കാരാഗ്രഹവും കഷ്ടപ്പാടും എന്നെ കാത്തിരിക്കുന്നു.
കാരാഗ്രഹവും കഷ്ടപ്പാടുകളും എന്നെ കാത്തിരിക്കുന്നത്. പഴയ ട്രാൻസ്ലേഷൻ അങ്ങനെ ഇല്ലല്ലേ? കഷ്ടങ്ങൾ എന്നെ കാത്തിരിക്കുന്നു എന്നുണ്ടോ? ആ, കാരാഗ്രഹവും കഷ്ടപ്പാടുകളും എന്നെ കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് തരുന്നു എന്ന് മാത്രം എനിക്കറിയാം. പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരുന്നതെന്ന് എനിക്കറിയാം. എന്നാലും മുന്നറിയിപ്പ് തരുന്നുണ്ട്, കാരാഗ്രഹവും കഷ്ടപ്പാടുകളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ജീവനെ എനിക്ക് വിലയേറിയതെന്ന് കരുതുന്നില്ല. ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതെന്ന് കരുതുന്നില്ല. അവിടെ എനിക്ക് കാരാഗ്രഹവും കഷ്ടപ്പാടുമാണെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തന്നാലും ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതെന്ന് കരുതുന്നില്ല. എന്നാൽ എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനായിട്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ള കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതാണ് പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥമായി ക്രൂശെടുക്കുന്നവരാണെങ്കിൽ കർത്താവിനും ദൈവത്തിനും ദൈവത്തിന്റെ ആലോചനകൾക്കും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ദൈവമാണ് നമുക്ക് ചില കാര്യങ്ങളെ കേൾപ്പിക്കുന്നതെന്നുള്ള വിശ്വാസമുണ്ട്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ നടത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുക അത് ദൈവത്തിന്റെ ഒരു കരമുണ്ടെന്നുള്ളത്, ദൈവത്തിന്റെ ഇടപെടലാണെന്ന്. അപ്പോൾ നമ്മൾ അവിടെ അതിന് വിധേയപ്പെട്ടുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് ആ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു നടത്തിപ്പിനനുസരിച്ച് പോകും. അതാണ് ക്രൂശിന്റെ മാർഗം. അവിടെ എൻ്റെ ഇഷ്ടത്തിനല്ല. ഇവിടെ പറയുന്ന പോലെ അപ്പോസ്തലന്മാർ, ഞാൻ എന്നാലും എൻ്റെ ജീവനെ ഞാൻ വിലയുള്ളതായി കാണുന്നില്ല. എനിക്ക് എൻ്റെ താല്പര്യങ്ങളെ ഞാൻ വിലയുള്ളതായിട്ട് കാണുന്നില്ല. വീണ്ടും അപ്പോസ്തലൻ വേറൊരു വാക്യം, ഫിലിപ്പിയിലെ ഒരു വാക്യം, അപ്പോസ്തലൻ പൗലോസ് വീണ്ടും തന്റെ താല്പര്യത്തിന്റെ ആ തീഷ്ണത എത്ര വലുതാണെന്നുള്ളത് നമ്മൾ കാണണം. ഫിലിപ്പിയിലെ 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള 7-8 വാക്യങ്ങൾ. ഞാൻ ഇതിലൂടെ വായിക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആണ്. എനിക്ക് ലാഭമായിരുന്നെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാന നിമിത്തം ഞാൻ എല്ലാം നഷ്ടമെന്ന് എണ്ണുന്നു. അവിടത്തേക്ക് വേണ്ടി ഞാൻ സകലവും നഷ്ടമെന്ന് കരുതുന്നു. ഇപ്പൊ എന്താ? കർത്താവിന് വേണ്ടിയിട്ട് എല്ലാം എനിക്ക് കിട്ടാവുന്ന പലതുണ്ട്. എനിക്ക് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ലാഭമായിട്ടുള്ള പലതുണ്ട്. പക്ഷെ ആ ലാഭമെല്ലാം ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു, നഷ്ടമായിട്ട് കണക്കാക്കുന്നു. എനിക്ക് നഷ്ടമായിക്കൊള്ളട്ടെ എന്നതിന് വേണ്ടിയിട്ട്, ക്രിസ്തുവിന് വേണ്ടിയിട്ട്, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാന നിമിത്തം ഞാൻ എല്ലാം നഷ്ടമെന്ന്, അവിടത്തേക്ക് വേണ്ടി ഞാൻ സകലവും നഷ്ടമെന്ന് കരുതുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ എന്താണ് നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും നമ്മുടെ സുഖസൗകര്യങ്ങളും സമ്പത്തും സമയവും സ്ഥാനമാനങ്ങളും എല്ലാം കർത്താവിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നതാണ് ക്രൂശിന്റെ മാർഗം, ക്രൂശിന്റെ വഴി. അല്ലാതെ നമുക്കൊരു രോഗം വരുമ്പോൾ അതാ എൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക നഷ്ടം വരുമ്പോൾ ഞാൻ ക്രൂശ് എടുക്കുകയാണെന്ന് പറയുന്നത് അല്ല. വിൽഫുള്ളി നമ്മൾ ബോധപൂർവം സ്വമേധയാ ദൈവമൊരുക്കുന്ന വഴികൾക്ക് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തെ മാറ്റിവെക്കുന്നതാണ്. എനിക്ക് മറ്റേത് നല്ലതാണ്, പക്ഷെ ഞാനത് വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ഹിതത്തെ വെടിയുക എന്നുള്ളതിന്റെ അർത്ഥം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വാസ്തവത്തിൽ ഈ പറച്ചിലേ ഉള്ളോ, ക്രൂശിനെ കുറിച്ചുള്ള തിയറി മാത്രമേ നമുക്കറിയാമോ ഉള്ളോ, അതോ നമ്മൾ യഥാർത്ഥമായിട്ട് ക്രൂശിന്റെ അനുഭവം ഉള്ളവരാണോ എന്നുള്ളത് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ. മറ്റു ചില വേദഭാഗങ്ങളും മറ്റു ചില വേദഭാഗങ്ങളും നോക്കാം. ഈ വചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തണം. അല്ലെ, വെറുതെ ഒരു വാക്ക് മാത്രം കേട്ടുകൊണ്ടല്ല. ഈ വചനങ്ങളൊക്കെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഭവത്തിലൂടെയും ജീവിതത്തിലും കാണിച്ചു തന്ന മാർഗം, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കത് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന ചില പ്രമാണങ്ങൾ, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. അല്ലാതെ വെറുതെ ക്രൂശ് എന്നുള്ള ഒരു വാക്കിനെ മാത്രം എടുത്തു വെച്ച് ഒരു ചിന്തയല്ല വേണ്ടത്, ഒരു ധ്യാനമല്ല വേണ്ടത്, ഒരു ആലോചനയല്ല വേണ്ടത്. നമുക്ക് ശരിയായ പരിശോധന നടത്തണമെങ്കിൽ ഈ വചനങ്ങളെല്ലാം എന്താണ് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവാത്മാവ് മനസ്സിലാക്കി തരും സത്യസന്ധരാണ് എങ്കിൽ.
നമുക്ക് മറ്റു ചില വേദഭാഗങ്ങളും നോക്കാം. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം അവിടെ ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൽ അതൊരു കൽപ്പനയാണ്. 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അത് ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചോളി, ജഡത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ അതിന്റെ അർത്ഥം അങ്ങനെ ആ വാക്യം അങ്ങനെയാണ്. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയും. എന്താണ് അത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് അതിങ്ങനെ മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? നമ്മുടേതായിട്ടുള്ള സ്വന്തം ഇഷ്ടങ്ങൾ, അതിനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കരുത് എന്നാണ് ആ വാക്യം. ഞാൻ പഴയ ട്രാൻസ്ലേഷനിൽ ഒന്നുകൂടെ വായിച്ചാൽ അത് ആ അർത്ഥം മനസ്സിലാകത്തില്ല, മനസ്സിലോട്ട് കയറുകയല്ല അല്ലേ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. എന്നാൽ അതിനെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറയാം. നമ്മൾക്കെല്ലാ ഇഷ്ടങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ മോഹങ്ങൾ നമ്മുടെ എല്ലാ ഇഷ്ടത്തെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മുടെ എല്ലാ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളെ അതിനെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടരുത്, ആഗ്രഹിക്കരുത് എന്നാണ് കൽപ്പന. അതാണ് ക്രൂസിന്റെ വഴി, അതാണ് ക്രൂസിന്റെ മാർഗം. നമ്മുടെ ഇഷ്ടത്തെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ക്രൂസിനെതിരായി നമ്മുടെ എന്തുമാത്രം ഉണ്ട് പ്രിയമുള്ളവർ. എത്ര വലുതാണ് നമ്മുടെ ഇഷ്ടത്തെ തൃപ്തിപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമങ്ങളെന്നൊന്നും ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ കൽപ്പനയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. ഇത് കൽപ്പനയാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല ഇതൊരു കൽപ്പനയാണെന്നുള്ളത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. 9-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് തന്നെത്താൻ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് 10-ാം അധ്യായത്തിലെ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. ഇതാണ് ക്രൂസിന്റെ മാർഗം. എന്താണ് ഒരു ആത്മീയ മനുഷ്യൻ പറയുകയാണ്? എന്താണ് പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല, എനിക്കിത് അനുവദനീയമാണ്. എന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. കർത്തവ്യം എന്നുള്ള എനിക്ക് അനുവദനീയമാണ്, ഇനി അനുവദിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ആത്മീയവർദ്ധന വരുത്തുന്നതല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്നാൽ അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അതുകൂടാതെ അവിടെ വേറെ കാര്യം കൂടെ പറയുന്നു. സ്വന്തം താല്പര്യമല്ല, മറ്റുള്ളവരുടെ ഗുണവും കൂടെ അന്വേഷിക്കണം. അതും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. സമാനമായ ഒരു വാക്യം വേറെ ഒന്നുകൂടെ ഉണ്ടല്ലോ സന്ദീപ്. ഇത് ഇനി കർത്തവ്യമുണ്ട് ഇതേപോലെ തന്നെ പറയുന്നത്. എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ ഞാൻ 6:12 അവിടെ ഇത് തന്നെ പറയുന്നത്. എല്ലാം എനിക്ക് അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനമല്ല. എല്ലാം എനിക്ക് അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഒന്നിനും ഞാൻ അധീനനാകുന്നില്ല. അത് ബോധപൂർവം തന്നെ വിട്ടുകളയാണ്. എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അപ്പോസ്തലന്റെ ഒരു ഏറ്റുപറച്ചില്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ ക്രൂസിന്റെ അനുഭവമായിട്ട് കാണേണ്ടത്. എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട്, എന്നാലും ഞാനത് മറ്റുള്ളവരുടെ നന്മയെ പ്രതി ഞാനത് ചെയ്യുന്നില്ല. ഇതാണ് നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെല്ലാം, ഈ വചനങ്ങളെല്ലാം കേവലം വായിച്ചു വിടുന്നതിനപ്പുറമായിട്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ നമ്മൾ പരിശോധിക്കണം. നാം കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ അവിടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് വെളിവാകും നമ്മൾ വാസ്തവത്തിൽ
ക്രൂശ് എടുക്കുന്നുണ്ടോ? സ്വയജീവനെ വെടിയുന്നുണ്ടോ? സ്വന്തം താല്പര്യങ്ങളെ മരിപ്പിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയുള്ള നമ്മുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരം ചില സന്ദർഭങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ആത്മപരിശോധന നടത്താം. വെറുതെ ഈ വചനം വായിച്ചാൽ നമുക്ക് ആത്മപരിശോധന നടത്താൻ പറ്റത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതം വെടിഞ്ഞുകൊണ്ടുള്ളത് പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഒന്നാമത്, ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്നുണ്ടോ? കീഴടങ്ങണമെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെ പറയുന്നത് കീഴടങ്ങ അടിമയെ പോലെ കീഴടങ്ങണമെന്നൊന്നുമല്ല. വിധേയപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആണോ? അനുസരിക്കുന്നുണ്ടോ? ചോദിക്കാം. തന്നോട് നമ്മളോട് തന്നെ ചോദിക്കണം. സഹോദര എന്താ പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും അല്ല, അതൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന കാര്യമൊന്നും നമ്മൾ ആരും ചെയ്യത്തില്ല. പക്ഷെ സഹോദരന്മാരോട് ചില കാര്യങ്ങൾ പറയാണ്, സഹോദര ഇതല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്. ഒരു പ്രാവശ്യം പറഞ്ഞാലും 2 പ്രാവശ്യം പറഞ്ഞാലും പിന്നെ എന്നിട്ട് പറയൂ, അത് ന്യായീകരണവും കൂടെ പറയത്തില്ലേ? ന്യായീകരണം. അത് ബ്രദറെ അത് അങ്ങനെ, അതിന് എന്നാ കുഴപ്പം, അതെന്നാ ബ്രദറെ അതിന് ഇങ്ങനെ ആയിരുന്നാ കുഴപ്പം. അല്ല ബ്രദറെ, അത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? ഇതിങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടാ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ അല്ല അത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമ്മളുടെ ഇഷ്ടം അവിടെ കളയാനായിട്ട് നമ്മൾ ചിലപ്പോൾ കേൾക്കും, ആ ശരി ബ്രദറെ എന്ന് പറയും. എന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ തീരുമാനപ്രകാരം തന്നെ, ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ അതിന് വേറെ ഒരു ന്യായീകരണം പറയുകയും ചെയ്യും. അവിടെ എന്താ അപ്പം നടക്കുന്നത്? സ്വന്തം താല്പര്യം ദൈവം അനുവദിച്ചിട്ടല്ലേ ഒരു അധികാരപ്പെട്ട ആള് ഒരു കാര്യം പറഞ്ഞത്? വ്യക്തിപരമായിട്ടുള്ള വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ, ഗുണകരമായ ഏതെങ്കിലും കാര്യമായിരിക്കുമല്ലോ പറഞ്ഞത്. ആ ഗുണകരമായ കാര്യത്തെ പോലും അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്നില്ല എങ്കിൽ അതിനെന്താണ് അതിന്റെ അർത്ഥം? അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് പറഞ്ഞാൽ പോരാ. സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാലും പോരാ, അതിനേക്കാളും കുറച്ചുകൂടെ കടുപ്പത്തിൽ പറയണം. അത് പറ. സ്വന്തം ഇഷ്ടത്തിൽ ക്രൂശിനെ മറികടന്നാൽ ആരാണെന്നാ പറഞ്ഞത് ആദ്യം? ആരാണെന്നാ പറഞ്ഞത്? പത്രോസോ? ക്രൂശിനെ മറിഞ്ഞു കിടന്നാൽ ആരാണെന്നാ പറഞ്ഞത്? ഇന്ന് രാവിലെ പറഞ്ഞു, പിശാചിനെ ആരാധിക്കുന്നവൻ എവിടാ ഇരിക്കുന്നത്? സാത്താന്റെ സമയം വല്ലതും ആണോ ഇരിക്കുന്നത്? പറയുന്നത് എവിടെ ഇരിക്കുന്നെന്നാ. എന്നിട്ട് ആരാധിക്കുന്നത് ആരെയാണ്? എന്തുകൊണ്ട്? എങ്ങനെ? സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് ആരെ ആരാധിക്കുന്നു? ഗൗരവമുണ്ടോ? ആത്മപരിശോധന നടത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സത്യസന്ധമായ പരിശോധന നടത്തുമ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇതെല്ലാവരോടുമായിട്ടാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് രണ്ടുപേരും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം പറയാം. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഒരുപാട് സ്ഥലത്തുണ്ട്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് ആര് പറഞ്ഞതാ? ദൈവവചനം പറയുന്നു. എന്നാൽ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ സ്വന്തം ഇഷ്ടം, ഞാൻ ചെയ്തോ ചെയ്യാതിരിക്കുന്നല്ല ഞാൻ ചോദിക്കുന്ന, ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറയണം. സ്വന്തം ഇഷ്ടം വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞതിനകത്ത് ഒരു ന്യായമില്ല, അല്ലെങ്കിൽ മുഴുവൻ തെറ്റായിരിക്കും. എന്നാൽ പോലും സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് 100% ഭർത്താവിന് വിധേയപ്പെടാൻ എപ്പോഴും സാധിക്കുന്നുണ്ടോ? സൗരന്മാരോട് ഞാൻ ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പമാണ്, പക്ഷെ ഇല്ലാന്ന് പറയുമ്പോൾ ആരാകുന്നു? അപ്പോൾ പിശാചാകുമല്ല, പിശാചിന്റെ ആരാധകരായി മാറുകയാണ്. സഭയിൽ ഇരുന്നിട്ടൊരു കാര്യവുമില്ല. 100% സ്വന്തം ഇഷ്ടം വിടാൻ മനസ്സ് വെക്കാത്തപ്പോഴെല്ലാം, ക്രൂശിനെ ഒഴിവാക്കുമ്പോഴെല്ലാം
ഇതുപോലെയാണ് എല്ലായിടത്തും നമ്മൾ. അതുപോലെ ഇത് അതുപോലെ സഹോദരന്മാർ നേരത്തെ പറഞ്ഞ അധികാരപ്പെട്ടവർ, നിങ്ങളുടെ മേൽ അധികാരമുള്ള എവിടെയെങ്കിലും ആകട്ടെ, അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിൽ അപ്പൻ മക്കളോടെന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട മൂപ്പന്മാർ പറയുന്ന കാര്യമായിരിക്കാം. പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ പോകുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവർ ആരും മനസ്സിലാക്കുന്നില്ല. ഈ വചനത്തിന് മുമ്പിൽ നിൽക്കണം. ഇന്ന് നമ്മൾ കേട്ട വചനത്തിന് മുമ്പാണ് നിന്നുകൊണ്ട് പരിശോധിക്കണം. പലപ്പോഴും പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ വിശുദ്ധന്മാരാണെന്ന് വിചാരിക്കും. നമ്മൾ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, വളരെ നല്ല മനുഷ്യരാണ്, ഒരു കുഴപ്പമില്ല. ഒരുപാട് വചനം അറിയുകയും ചെയ്യാം, നമുക്ക് വചനം വ്യാഖ്യാനിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, നമുക്ക് പാട്ട് പാടാൻ അറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ അധികാരങ്ങൾക്ക് വിധേയപ്പെടുക എന്നുള്ളതിനേക്കാൾ വലുതായിട്ട് സ്വന്തം ഇഷ്ടം ബോധപൂർവം മരിപ്പിക്കാൻ, സ്വന്തം ഇഷ്ടം ബോധപൂർവം ഡിനായ് ചെയ്യും, വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദൈവം ഒരുക്കിയ ഒരു വഴിക്ക് വിധേയപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ക്രൂസിനെ ഒഴിവാക്കുകയാണ്. അതിനേക്കാൾ വലുതായിട്ട് ക്രൂസിനെ ഒഴിവാക്കുമ്പോൾ പിശാചിനെ ആരാധിക്കുകയാണെന്നുള്ള ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു സന്ദർഭമാണ് പറഞ്ഞത്. അനുസരണം എന്നുള്ള ഒരു സന്ദർഭം, അധികാരങ്ങൾക്ക് വിധേയപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം മാത്രം. ഇനിയും വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളുടെ പ്രതികരണങ്ങൾ, വാക്കുകൾ കൊണ്ടുള്ള നമ്മുടെ പ്രതികരണം പല കാര്യങ്ങളിലും എങ്ങനെയാണ്? ശക്തമായ വാക്കുകളുള്ള പ്രതികരണം, കോപത്തോടെ പരിഹാസത്തോടെ ഒക്കെ പ്രതികരിക്കുമ്പോൾ അതെന്താ കാണിക്കുന്നത്? ഒരു സാഹചര്യം മറ്റൊരാളോടുള്ള നമ്മുടെ സംസാരത്തിലുള്ള പ്രതികരണം ചിലപ്പോൾ വലിയ ദേഷ്യപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമാതിരി പുച്ഛത്തോടുകൂടിയായിരിക്കും, ചിലപ്പോൾ പരിഹാസത്തോടുകൂടിയായിരിക്കും. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കാണുമ്പോൾ അതെന്താണ്? അത് വെളിവാക്കുന്നത് എന്താണ്? അത് വെളിവാക്കുന്നത് നമ്മുടെ മനസ്സിൽ അല്ല, നമ്മുടെ ജീവിതത്തിൽ ആരാണ് വലുതായിട്ട് നിൽക്കുന്നതെന്നാണ്. ഞാൻ എന്ന ആ സ്വയജീവനാണ് വലുതായിട്ട് നിൽക്കുന്നെന്നുള്ളതിന്റെ തെളിവാണത്. ആ സ്വയജീവൻ വലുതായിട്ട് നിൽക്കുമ്പോൾ, മരിക്കാതെ നിൽക്കുമ്പോൾ അവിടെ ഈ സഭയിൽ ഇരുന്നുകൊണ്ടൊരു കാര്യമില്ല. ഈ സ്വയജീവൻ വലുതായിട്ട് ഇരിക്കുന്ന ആള് സാത്താൻ സേവകനാണ്, പിശാചിനെ ആരാധിക്കുന്നവനാണ്. ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഇത് സാത്താൻ സേവകനാണെന്ന് ബ്രദാക്കത് പറയുന്നത് ആ വാക്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ അത് കാണിച്ചില്ല. ആ വാക്യങ്ങൾ നമുക്കറിയാവുന്ന 2 വാക്യങ്ങളാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പരീക്ഷിക്കപ്പെട്ട അവിടെ കർത്താവ് പറഞ്ഞു, കടന്നുപോ സാത്താൻ എന്ന് പറഞ്ഞത് അവിടെ ജഡത്തിന്റെ മോഹങ്ങൾക്ക് പരീക്ഷിക്കപ്പെട്ടപ്പോഴാണ്. പിന്നൊന്നും പത്രോസിനോടാണ് പറഞ്ഞത്, അതും ക്രൂശിന്റെ മാർഗം ഒഴിവാക്കാൻ പറഞ്ഞപ്പോഴാണ്. അപ്പൊ ആ 2 കാര്യത്തിൽ നിന്നാണ് ബ്രദാക്ക് ഈ ഒരു കാര്യം പറയുന്നത്. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്താണ് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ക്രൂശിനെ ഒഴിവാക്കിയാൽ അവിടെ സാത്താനാണ് മഹത്വപ്പെടുന്നത്. അപ്പം നമ്മൾ സാത്താനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാത്താന്റെ ആരാധകരായി മാറുന്നത് പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് ചിന്തിക്കാൻ. എപ്പോഴെങ്കിലും നമ്മൾ സ്വയജീവൻ അത് വലുതായിട്ട് കണ്ടാൽ അവിടെ സാത്താനാണ് മഹത്വപ്പെടുന്നത് എന്നുള്ളത് ഓർക്കണം. വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യം ഗൗരവത്തോടെ കാണണം. നമ്മൾ വളരെ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം. ഒരു അനുഭവം, ഒരു കാര്യം പറയാം. നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു സാധനം അവിടെ ഇരിക്കുന്നു. ചുമ്മാ ഭർത്താവ് വന്ന് ചോദിക്കാണ് ഭാര്യയോട്, അവിടെ അതിനകത്ത് എന്നാ ഇരിക്കുന്നത്, അതിനകത്ത് എന്താണ് ഇരിക്കുന്നത് എന്നുള്ള ഭാര്യയ്ക്ക് അറിയാം. ഇപ്പം അതിനകത്ത് ഇരിക്കുന്നത് ഇറച്ചിയാണ് അല്ലെ മീനാണ്. ഒറ്റ വാക്ക്, ഇറച്ചിയാണ് എന്ന് പറഞ്ഞാൽ തീർന്നു. അതിന് പകരം 4 വാക്ക്, ഒരു വാക്ക് ഇറച്ചിയാണ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇരിക്കുന്നത് കണ്ടറിയാൻ മേലെ, മേലാണ്ടിട്ട് ചോദിച്ചാൽ, അല്ലെങ്കിൽ എടുത്തു വെച്ച് നോക്കിയാലേ, അടുത്ത് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ ഇതിപ്പോ അറിഞ്ഞിട്ട് എന്താ, ഇതിപ്പോ അറിഞ്ഞിട്ട് എന്ത് വേണം എന്ന് ചോദിച്ചാലോ? എത്ര വാക്ക് പറഞ്ഞു? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നു. പക്ഷെ അങ്ങനെ സംസാരിക്കാറുണ്ടോ? അല്ല, അതുകൊണ്ട് ഒറ്റ വാക്കി പറയുന്ന മറുപടിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഈ 4 വാക്കി പറയുന്ന മറുപടിക്ക് 4 വാക്ക് പറയുന്നതിന് പ്രശ്നമില്ല. 4 വാക്ക് എന്തുണ്ടായി? ഈ കേൾക്കുന്ന ആൾക്കപ്പം എന്തുണ്ടായി? ദേഷ്യം വരും അല്ലേ?
ദേഷ്യം വരും. ചോദിച്ചാലും ദേഷ്യം വരും. എന്റെ പേര് സിസ്റ്ററോട് ചോദിക്കാം ഇവിടെ എന്താ ഇരിക്കുന്നത്. അപ്പൊ സിസ്റ്റർ പറയാണ് അത് കണ്ടാ അറിയാൻ മേലെ എന്ന് പറയുന്നതാണ് ഇഷ്ടം. ആ ഇറച്ചിയാണ് മീനാണെന്ന് പറയുന്നതാണ് ഇഷ്ടം. ഒറ്റ വാക്ക് പറഞ്ഞാലും ഇഷ്ടം. മറ്റേ പറഞ്ഞാലോ അപ്പൊ എന്ത് പറയും? ആ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ പിന്നെ പ്രശ്നമായി അവിടെ. ഇത് എന്താണ് നടക്കുന്നത് അവിടെ? ഇങ്ങനെയാണ് നമ്മൾ സാത്താൻ സേവകരായി മാറുന്നത്. സഭയിലായിരിക്കുന്നത് ഭാര്യയും ഭർത്താവും. പക്ഷെ എന്ത് പ്രയോജനം? പിശാചിനെ ആരാധിക്കുന്നു, പിശാചിനെയാണ് മഹത്വം കൊടുക്കുന്നത്. കൃപയോടെ കേൾക്കുന്നവർക്ക് കൃപയോടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് പറയുന്ന ആൾക്കല്ല, കേൾക്കുന്ന ആൾക്ക് കൃപ ലഭിക്കുന്ന പോലെ സംസാരിക്കണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ഈ കേൾക്കുന്ന ആൾക്ക് കൃപയല്ല തോന്നുന്നത്. എന്താ തോന്നുന്നു? കലിപ്പ് തോന്നുന്നു. സഭാശാല പണ്ട് പറഞ്ഞില്ല, രണ്ടെണ്ണം കൊടുക്കാന്ന് പറഞ്ഞു. സഭാശ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന കേട്ട ചൊറിഞ്ഞു വരും. പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴേക്കുമല്ല. പണ്ട് സൗകര്യമാരെ നമ്മൾ വളരെ തിരിച്ചും കളയരുത്. നമ്മുടെ ആത്മപരിശോധന നടത്തി നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെങ്കിൽ സത്യസന്ധമായ ഒരു പരിശോധന നടത്തണം. ശക്തമായ വാക്കുകൾ, അതുപോലെ ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവം. നമ്മളോട് കഷ്ടം ചെയ്തത് ശരിയാണ്, നമ്മളെ ദ്രോഹിച്ചു ഒരാള്, പക്ഷെ അയാളോട് എങ്ങനെ ക്ഷമിക്കണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയെന്ന് നോക്കാതെ അയാളോട് ക്ഷമിക്കണമെന്നാണ്. അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവൻ അവിടെ നിലനിൽക്കുന്നതെന്നാണ് പരിശോധിക്കണം. വേറൊരു കാര്യം, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവകാശം, അത് സ്വന്തം ജീവനാണ്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, പലതവണ നമ്മൾ സഭയെ കേട്ടിട്ടുണ്ട്. നമ്മളെ തന്നെ പരിശോധിക്കാൻ പലതവണ പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെയും നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരായിട്ട് മാറുന്നു. നമ്മുടെ സ്വന്തം ജീവൻ അവിടെ നിൽക്കുന്നു, പരിശോധിക്കണം. ഈ വചനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രൂശ് എന്നാണെന്ന് മനസ്സിലാക്കണം. കേവലം നമുക്ക് വരുന്ന രോഗവും സാമ്പത്തിക ഞെരുക്കവും അല്ല ക്രൂശ്. നമ്മുടെ സ്വന്തം ഇഷ്ടം നമുക്ക് കളയാൻ പറ്റുന്നതാണ് ക്രൂശ്. സ്വന്തം താല്പര്യങ്ങളെ മരിപ്പിക്കുന്നതാണ് ക്രൂശ്. സ്വന്തം ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ക്രൂശ്. അത്തരത്തിൽ ക്രൂശിന്റെ അനുഭവം നമുക്കുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഈ പാൽക്കാലം നമുക്ക് അത്തരം ഒരു പരിശോധനയിൽ നിന്ന് യഥാർത്ഥ ക്രൂശിന്റെ അനുഭവത്തിലേക്ക് വന്ന് നമുക്ക് കർത്തൃവേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. യഥാർത്ഥമായുള്ള ക്രൂശിന്റെ അനുഭവം തുടർമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഏറ്റുപറച്ചിലോടെ നമ്മൾ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ആരാകുമെന്ന് നമ്മൾ വിചാരിക്കണം. ഉണ്ടാകുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ ശിഷ്യരായിരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആരാണെന്നാണ് അവകാശപ്പെടുന്നത്, ശിഷ്യനാണെന്ന്. പക്ഷെ നമ്മൾ ശിഷ്യരും അല്ല, ഒന്നുമല്ല. നമ്മൾ വേറെ ഒരാളുടെ ശിഷ്യന്മാരാകുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാരല്ല, വേറൊരാളുടെ ശിഷ്യന്മാർ മാത്രമല്ല, അവന്റെ ആരാധകരായിട്ട് മാറുകയാണ്. സ്വന്തം താല്പര്യത്തെ, സ്വന്തം ജീവനെ മരിപ്പിക്കാതെ കർത്താവിന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. സത്യസന്ധമായുള്ള ആത്മപരിശോധന നടത്താൻ ദൈവാത്മാവ് ഈ പാൽക്കാലം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ശരിയായ ഒരു പരിശോധനയിലൂടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഏറ്റവും യോഗ്യതയോടെ ഈ കർത്തവ്യശാസ്ത്രത്തിൽ പങ്കെടുക്കാം. ഒരു നിർജ്ജീവ പ്രവൃത്തിയായി തീരാതെ ഒരു അനുഭവമുള്ള ഒരു ശുശ്രൂഷയായി ഈ കർത്തവ്യശയെ മാറ്റാം. ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. കേവലം കേൾവി മാത്രമായിട്ടിരുന്നാൽ നാം ചതിക്കപ്പെടും. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തണം. നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും വേണം സംസാരിക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും കുറച്ചുകൂടെ കൂടുതൽ തിയററ്റിക്കലായിട്ട് കാര്യങ്ങളെ പറയാനായിട്ടും ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. ഒരു കാര്യമില്ല. പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യത്തില ഇന്ന് ഉച്ചകഴിഞ്ഞ് മുതൽ അടുത്ത ഞായറാഴ്ച കൂടി വരുന്നിടം വരെയുള്ള ജീവിതം നമ്മുടെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാസ്തവത്തിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണോ പിശാചിനെ ആരാധിക്കുന്നവരാണോ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കാണുന്നത്.
നമ്മുടെ രഹസ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത്, എത്രത്തോളം നമ്മൾ നമ്മുടെ സ്വയത്തെ മരിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. മരിപ്പിക്കുക എന്നുള്ള വാക്കൊക്കെ ആത്മീയവൽക്കരിച്ച് ഒത്തിരി. മരിപ്പിക്കുക എന്നൊക്കെ നമ്മളങ്ങ് ആത്മീയമായിട്ട് ആത്മീയ ഭാഷയായിട്ട് മാറി നമുക്ക് നമ്മുടെ ചർച്ചയിൽ. അതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ള ഓരോ സമയത്തും പരിശോധിക്കണം. അതോ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത്. ദൈവത്തിന്റെ ഹിതം എന്ന് പറയുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന അധികാരങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളും നമുക്ക് വെച്ചിരിക്കുന്ന അധികാരങ്ങളും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ചില വചനങ്ങളും ഒക്കെ ദൈവം ഒരുക്കിയതാണെന്ന് വിശ്വസിക്കണം. അപ്പൊ ദൈവം ഒരുക്കിയ ആ വഴിയിൽ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ചിലത് വരുന്നുവെങ്കിൽ അവിടെ അതിന് സുമനസാലെ വിധേയപ്പെട്ടു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധനയാണ് നമ്മളെ ദൈവത്തിന്റെ ആരാധകരാക്കി മാറ്റുന്നത്. ഇങ്ങനൊരു ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യ ജീവിതം ഇല്ല. കർത്താവ് നമ്മുടെ കൂടെ വസിക്കണം, എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറയാൻ പോരാ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കർത്താവ് ആരുടെ കൂടെയാണ് വസിക്കുന്നത് എന്നുള്ള 2 വാക്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ പറയും. ആരും മനസ്സ് തുറന്നവനും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രൂശിന്റെ അനുഭവത്തിലൂടെ നൂർക്കപ്പെട്ടവൻ. അതേതാ വാക്യം? എല്ലാം അറിയാം. യെശയ്യാവ് 57:15 വായിക്കാം. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ചുമ്മാ വചനം അറിയാം എല്ലാവർക്കും. നമ്മുടെ സഭയിൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വാക്യ. നമ്മളിത് എപ്പോഴും പറയുന്ന ക്രൂശിലൂടെയുള്ള നുറുക്കം, ക്രൂശിന്റെ അനുഭവം, നുറുക്കത്തിന്റെ അനുഭവം നമ്മൾ എപ്പോഴും പറയും. കർത്താവ് നമ്മുടെ കൂടെ വസിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഈ മരണമാണ് വേണ്ടത്, ഈ നുറുക്കമാണ് വേണ്ടത്. ഈ സ്വയബലത്തെ സ്വന്തം താല്പര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന അനുഭവം ഉള്ളവർക്കേ അതുള്ളൂ. അതാണ് ഹൃദയ നുറുക്കം എന്ന് പറയുന്നത്. അതാണ് ഹൃദയ നുറുക്കം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിലെ വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 34:18. അത് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. മനസ്താപമുള്ളവർ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. ഹൃദയ നുറുക്കം തന്നെയാണ് ക്രൂശിന്റെ അനുഭവം. ക്രൂശിന്റെ അനുഭവത്തിലൂടെ ഹൃദയം നുറുങ്ങണം, നമ്മുടെ സ്വയബലം ഇല്ലാതാകണം. അതുകൊണ്ടുള്ള ഗുണമാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ ഗുണം? ആ ഗുണം വേണം എല്ലാവർക്കും. എന്താണ് ആ ഗുണം? ആ അനുഗ്രഹം എന്താണ്? അങ്ങനെയുള്ളവരുടെ കൂടെ കർത്താവ് വന്ന് വസിക്കും, കൂടെ ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഇത് വേണം. അപ്പോൾ അതാണ് ഈ ഒരു അനുഭവം ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതമേ അല്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വാസ്തവത്തിൽ മരണത്തിന് നമ്മളെ പിന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പ്രാർത്ഥന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പക്ഷെ വാസ്തവത്തിൽ ആ സ്വയത്തിന്റെ മരണം പൂർണ്ണമാകുന്നിടത്താണ് ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അതിനകത്തൊരു സംശയമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ആത്മാവ് വന്നത് സന്ദർഭം ഏതാ? നമ്മൾ ഇന്നലെ ആ കാര്യം പറഞ്ഞു. സ്നാനം. ആ സ്നാനത്തിൽ എന്താണ് കർത്താവ് പ്രഖ്യാപിച്ചത്? കർത്താവ് സ്നാനത്തിൽ പ്രഖ്യാപിച്ചത് നമ്മൾ സ്നാനപ്പെടുമ്പോൾ ഇപ്പൊ സന്ധ്യ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കർത്താവ് പ്രഖ്യാപിച്ചത്? എന്താണ്? തന്റെ സ്വയബലത്തെ, സ്വന്തം ഇഷ്ടത്തെ കർത്താവ് പൂർണ്ണമായിട്ടും മരിപ്പിച്ചതിന്റെ ഒരു അടയാളമായിട്ട് വേണം നമുക്ക് കാണാം, അല്ലേ? സ്നാനം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഇവന്റെ പ്രിയപുത്രൻ, സ്വർഗത്തിൽ നിന്ന് പ്രാവരൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിലും ഉണ്ടോ? മത്തായിലും ലൂക്കോസിലും അത് കൃത്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും സുവിശേഷങ്ങളിൽ അതുണ്ട്, നമുക്കറിയാവുന്ന ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അതിന്റെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. മത്തായി 3-ാം അധ്യായത്തിലാണ് അതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും അതുണ്ട്.
മർക്കോസിലോട്ട് എല്ലാ സുവിശേഷങ്ങളും അത് കാര്യം കർത്താവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമായിരുന്നു അത്. പരിശുദ്ധാത്മാവ് അവന്റെ പേരിൽ വന്നു. അത് ഏത് സന്ദർഭത്തിലാണെന്ന് ഓർക്കണം. കർത്താവ് തന്നെ പൂർണ്ണമായിട്ട് ജലത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അതതിന്റെ അടയാളമാണ്. അതൊരു ഒരു ആത്മീയ ഒരു അടയാളമായിട്ട് നമ്മൾ അതിനെ കാണണം. പൂർണ്ണമായിട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ അവിടെ നിശ്ചയമായി നടക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ സ്വയജീവൻ പൂർണ്ണമായിട്ടും മരിച്ചേ മതിയാകൂ. പൂർണ്ണമായിട്ടും മരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കർത്തവേശ ഇന്ന് പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് സഭയായി നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കണം. നമ്മൾ ഇന്ന് കർത്തവേശ അസോസിയേഷനിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളൊരു ചർച്ചാണ്, ഞങ്ങളൊരു കൂട്ടമാണെന്ന് പ്രഖ്യാപിച്ചാൽ പോരാ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരാണ് എന്നുള്ള ഒരു അനുഭവത്തോട്, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം, അതോടൊപ്പം കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും, അത് രണ്ടും ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ ആ ഒരു സ്വയബലത്തെ ഇല്ലായ്മ ചെയ്യണം. ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഉറപ്പുണ്ടാകും. ഒന്ന്, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. അതെ, കർത്താവിന്റെ സാന്നിധ്യമുള്ള ഒരു സഭ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളൊരു സഭ, അപ്രകാരം ഒരു സഭയായി ഞങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടെ നമുക്ക് ഇതിൽ പങ്കെടുക്കാം. അത് നടക്കണമെങ്കിൽ നമുക്കൊരു പരിശോധന ആദ്യം വേണം. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ എത്രത്തോളം നമ്മുടെ സ്വയബലത്തിൽ ജീവിച്ചു എന്നുള്ളത് അത് നമുക്കിന്ന് ഏറ്റു പറയാം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ജീവിച്ചതെല്ലാം ഞങ്ങളുടെ സ്വയബലത്തിലാണ്. എന്നാൽ ഇന്ന് ഞങ്ങളത് തിരിച്ചറിയുന്നു. ഞങ്ങൾ സാത്താനെ സേവിച്ചു അറിയാതെ ഞങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. സ്വയബലത്തിൽ പാർട്ടിയിൽപ്പെട്ട പാപങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാത്തവരാണെന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും ഗുരുതരമായ ഒരു പാപം സ്വയബലത്തിൽ ജീവിക്കുക എന്നുള്ളത്, ഞാൻ എന്നുള്ള ഭാവത്തിൽ ജീവിക്കുക എന്നുള്ളത്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റു പറയാം. നമുക്ക് ആ നമ്മുടെ സ്വയത്തിന്റെ മരണത്തെ നമുക്ക് അനുഭവിക്കാം. അങ്ങനെ അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കാം. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ പ്രിയമുള്ള ഇത്തരത്തിലൊരു ആത്മപരിശോധന നടക്കട്ടെ. നമ്മളെ തന്നെ വാസ്തവമായിട്ട് സമർപ്പിക്കുവാനുള്ള ഒരു പരിശോധനയുടെ സമയമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ വചനത്തിന്റെ ഒരു വചനം നമ്മുടെ ഉള്ളിലൂടെ കടക്കട്ടെ. നമ്മളിപ്പോ സന്ദീപ് പറഞ്ഞ പോലെ ആ ഒരു തിരശ്ശീല അവിടെ കാണാം. അത് നമ്മുടെ സ്വയ ബലമാണ്. അവിടെ അത് ചീന്തപ്പെടട്ടെ, അത് നുറുക്കപ്പെടട്ടെ, അതിനെ മരിക്കാം. അത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനൊരു ജീവനുമില്ലാത്ത വണ്ണം, അത് ഇല്ലാതെ വണ്ണം, ഞാൻ എന്നുള്ള ആ ഒരു കാര്യം അതില്ലാതെ വണ്ണം, ഇല്ലാതാകുന്ന വണ്ണം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നത്. വിശ്വസിക്കാം. എവിടെയൊക്കെ നമ്മുടെ സ്വയംബലം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാം. ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങാതെ ഇരുന്ന സന്ദർഭങ്ങളെ ഓർക്കാം. ഒരു കാര്യം പറഞ്ഞു, നമ്മളോട് ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മൾ അത് അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും പല കാര്യം വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നു. അത് ഗുരുതരമായ ഒരു വീഴ്ചയാണെന്നുള്ളത്. അത് നമ്മുടെ സ്വയബലം എന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ പാപം എന്ന് വിളിക്കുന്നതിനേക്കാളും ഗുരുതരമായ ഒരു അവസ്ഥയാണെന്നുള്ളത് ഓർക്കാം. നമ്മുടെ സ്വയബലം എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പ്രിയമുള്ളവർ, ഇതൊന്നും കേൾക്കേണ്ടാത്ത സഭകൾ ധാരാളമുണ്ട്. നമ്മുടെ ഇടയിലേക്ക് ഒരാൾ വന്നാൽ അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, അതെ, ക്രൂസിന്റെ ജനമുള്ളിടത്താണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. സ്വയം മരിക്കുന്നിടത്താണ് കർത്താവ് വന്ന് വസിക്കുന്നത് നമ്മൾ വായിച്ചുവല്ലോ. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് വേണം. ഈ ക്രൂസിന്റെ വചനമില്ലാതെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയില്ല.
ഈ വചനം ഏറ്റെടുക്കാതെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയുമില്ല. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.